നമുക്കിന്ന് ഉച്ചത്തേക്ക് മത്തിയും വറ്റയാണ് കിട്ടിയിരിക്കുന്നത്. മത്തിക്ക് അധികം വലിപ്പമില്ല, എന്നാലും ഇടത്തരം മത്തിയാണ്. ഈ വറ്റ കണ്ട്, ഈ വറ്റ അമ്മ പറയുന്നത് കൂനം വറ്റ എന്നാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് നാളായിട്ട് വറ്റ വാങ്ങിക്കുന്നില്ലായിരുന്നേ. എന്തായാലും നല്ല അടിപൊളി കറി വെച്ചേക്കാം. അങ്ങനെ അമ്മ രണ്ട് മീനും കൂടെ ഒരുമിച്ച് വെട്ടാൻ വേണ്ടി ഇരുന്നേ. ആദ്യം വറ്റ വെട്ടി മാറ്റി. വറ്റ വെട്ടാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പിച്ചാത്തിക്ക് മൂർച്ച കുറവായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ചടപടയെന്ന് മത്തി വെട്ടി മാറ്റി. ഇതെല്ലാം കൂടെ വെട്ടിയെടുത്ത ശേഷം സിങ്കിൽ കൊണ്ടിട്ട് കഴുകി രണ്ട് കൂട്ടം മീനെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തേ. വറ്റമീൻ നമ്മൾ തേങ്ങ അരച്ച് വെക്കാനാണ് പ്ലാൻ ചെയ്തത്. രണ്ട് വലിയ മീനെടുത്ത് മാറ്റി വെച്ച് അത് പൊള്ളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കറിക്കുള്ളതും പൊള്ളിക്കാനുള്ളതും വരഞ്ഞു മുറിച്ച് അവിടെ മാറ്റി വെച്ചേ. വറ്റ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ മത്തി ക്ലീൻ ചെയ്യാനായിട്ട് നിന്നത്. മത്തിക്ക് കുറച്ച് ഉളുമ്പ് കൂടുതലാണ്, അതുകൊണ്ട് കൂടുതൽ സമയം എടുത്ത് വേണം വൃത്തിയാക്കാൻ. അങ്ങനെ നമ്മുടെ മത്തിയും ക്ലീൻ ചെയ്തതിന് ശേഷം വരഞ്ഞു വെക്കുന്നുണ്ട് വറുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുറത്തിരുന്ന് മീൻ വെട്ടിട്ട് അകത്ത് കൊണ്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ സിങ്ക് നല്ലപോലെ കഴുകുവേ. അങ്ങനെ സിങ്കൊക്കെ നല്ലപോലെ തേച്ചരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഒരു മുളകിട്ട കറിനെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നതാണ്. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച് എന്നിട്ട് അടിപൊളി വറ്റക്കറി റെഡിയായി. 2-3 മത്തിയും കൂടെ എടുത്ത് വറുത്ത് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ മീൻകറി എടുത്തില്ലായിരുന്നു. മീൻ വറുത്തയും ഗ്ലോബിക്ക് അച്ചാറും കൂട്ടി ഞാൻ നല്ലൊരു പിടി അങ്ങ് പിടിച്ചേ. അപ്പോൾ അത്രേ ഉള്ളൂ.